മുനീശ്വര വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലായി സ്ഥാപിച്ചിട്ടുള്ള ഉണ്ണി ഗണപതിയുടെയും മറ്റു വിഗ്രഹങ്ങളുടെയും ശില്പഭംഗി ഞങ്ങൾ നോക്കി നിന്നുപോയി. മുനീശ്വര ക്ഷേത്രത്തിന് മുൻപിലെ മനോഹരമായ ഈ താമരക്കുളം മണികുണ്ട്രം കുളം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതുപോലുള്ള 20-ലധികം താമരക്കുളങ്ങൾ മലനിരകൾ കൊത്തളങ്ങളാക്കിയ വെങ്കി രാജ്യത്തിന്റെ പരിധിയിലുണ്ട്. സംഘകാല കൃതികളിൽ ഈ താമരക്കുളങ്ങളെക്കുറിച്ച് പ്രത്യേക പരാമർശമുണ്ട്. ഈ താമരക്കുളത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുമ്പോഴാണ് മുനീശ്വരന്റെ ശിലാവിഗ്രഹം കണ്ടെത്തിയത്. കുളത്തിൽ നിന്നും മണ്ണെടുക്കുന്നതിനിടയിൽ മൺവെട്ടി തട്ടി മൂക്കൽപ്പം അടർന്നുപോയ നിലയിലാണ് വിഗ്രഹം ഇപ്പോൾ. വിഗ്രഹത്തിന് കേട് സംഭവിച്ചുവെങ്കിലും സുരക്ഷിത സ്ഥാനമെന്ന് കരുതി ശിവക്ഷേത്രത്തിന് സമീപം പ്രതിഷ്ഠിക്കുകയായിരുന്നു. ധീരയോദ്ധാക്കളുടെയും രാജർഷിമാരുടെയും കഥകൾ കേട്ട് മറ്റൊരു സംഘകാല സ്മൃതി പേറുന്ന ചാത്തിയോട് മഹാകാളി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ നീങ്ങി. ഏക്കറുകളിലായി നീണ്ടു പരന്നു കിടക്കുന്ന പാറപ്പുറത്താണ് ക്ഷേത്രം. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ തെന്നി വീഴാൻ സാധ്യതയുള്ള പാറയുടെ മുകളിൽ കൂടിയായിരുന്നു യാത്ര. പാറയുടെ മധ്യത്തിലായി പ്രാചീന ക്ഷേത്രമോ കൽമണ്ഡപങ്ങളോ പണ്ടുണ്ടായിരുന്നതിന്റെ ലക്ഷണങ്ങൾ ദൃശ്യമായി. വൻ കരിങ്കൽ കാലുകൾ കുഴിച്ചിട്ടിരുന്ന ഭാഗങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണാം. ഇത് തകർക്കപ്പെടുന്നതിന് മുൻപ് മുനീശ്വരന്റെ വിഗ്രഹം ഇവിടെ ആയിരുന്നിരിക്കാം പ്രതിഷ്ഠിച്ചിരുന്നത്. ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ വെങ്കിനാടിന്റെ വിദൂര ദൃശ്യം ലഭ്യമാകും. പാലക്കാടിന്റെ ചൂട് കാറ്റേറ്റ് വീണ്ടും ചാത്തിയോട് ദേവീക്ഷേത്രം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു നീങ്ങി. കരിങ്കൽ തൂണുകൾ കെട്ടി വിഗ്രഹം സംരക്ഷിച്ചിട്ടുണ്ട്. ചേര രാജാക്കന്മാരുടെ യുദ്ധദേവതകളാണ് ദുർഗയും മഹാകാളിയുമൊക്കെ. ചാത്തിയോട് ദേവിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞില്ല. ഉഗ്രമൂർത്തിയാണ് ആൽമര ചുവട്ടിലെ മഹാകാളിയെന്ന് സമീപസ്ഥർ പറഞ്ഞു. തെന്മലയുടെ ഒരു അരികുപറ്റി നിൽക്കുന്ന മഞ്ചിക്കൽ കോട്ടയുടെ വിദൂര ദൃശ്യം സനൽ സാർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഏതോ അജ്ഞാതനായ ഒരു മഹാരാജാവിന്റെ ചരിത്രമുറങ്ങുന്ന കോട്ട കാണാമെന്ന് മോഹിച്ച് ഞങ്ങൾ സാവധാനം കുന്നിറങ്ങി.
ചരിത്രം പുതഞ്ഞുകിടക്കുന്ന ചിങ്ങൻ ചിറയും ദാനഭൂവായ വിരുത്തിയിലെ വീരക്കല്ലുകളും ചുമട് താങ്ങിയും പാദപീഠവും രാജർഷി പ്രതിമയും ചാത്തിയോട് കാളീക്ഷേത്രവുമൊക്കെ സന്ദർശിച്ച് ഞങ്ങൾ മഞ്ചിക്കൽ കോട്ടയിലേക്ക് യാത്ര ആരംഭിച്ചു. മഞ്ചിക്കൽ കോട്ടയുടെ വിസ്മയ ചരിത്രം നേരിൽ കാണുന്നതിനായി യാത്ര തിരിച്ച ഞങ്ങൾക്ക് അജിത് അങ്കിളിനെയും ആതിരയെയും കൂട്ടായി ലഭിച്ചത് പുത്തൻ ആവേശം പകർന്നു. പലകപ്പാണ്ടി വഴി നെല്ലിയാമ്പതിയിലേക്കും പറമ്പിക്കുളത്തേക്കുമുള്ള പ്രാചീന വാണിജ്യ മാർഗത്തിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. കള്ളിയങ്കാട്ടിലൂടെയും നീലിപ്പാറയിലൂടെയും സഞ്ചരിക്കുമ്പോൾ നിലാവുള്ള രാത്രിയിൽ പനഞ്ചുവട്ടിൽ വെറ്റിലയും പാക്കുമായിരിക്കുന്ന കള്ളിയങ്കാട്ട് നീലിയെ ചുറ്റിപ്പറ്റി ആരൊക്കെയോ മെനഞ്ഞെടുത്ത നിരവധി മുത്തശ്ശി കഥകൾ പലരുടെയും നാവിൻ തുമ്പത്തെത്തുന്നുണ്ടെന്ന് സാറ് പറഞ്ഞു. 5000-ലധികം അടി കുത്തനെ ഉയർന്നു നിൽക്കുന്ന മലമടക്കുകളിൽ നിന്ന് വർഷകാലത്ത് പതിക്കുന്ന മനോഹര ജലധാരകൾ അപൂർവ കാഴ്ചയാണ്. പാലക്കാടൻ ചുരത്തിലൂടെ വീശിയടിക്കുന്ന ശീതക്കാറ്റ് മലനിരകളിലൂടെ ഒഴുകുന്ന ജലധാരകളെ പനിനീർ ജലം തളിച്ച് കുളിർമഴ പെയ്യിക്കാറുണ്ട്. പ്രാചീന ശിലായുഗ കാലത്തെ പ്രധാനപ്പെട്ട ഒരു ആവാസ സ്ഥാനവും താപസന്മാരുടെ വിഹാരകേന്ദ്രവും രാജഭരണാധികാരികളുടെ ഒളിത്താവളവും ഒക്കെയായി അറിയപ്പെട്ടിരുന്ന മഞ്ചിക്കൽ കോട്ടയിലേക്കുള്ള യാത്ര തികച്ചും സാഹസികമായിരുന്നു. നിരവധി ജലധാരകളുടെയും ചെറുഗുഹകളുടെയും കരിങ്കൽ കോട്ടകളുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഈ മലനിരകളിൽ നിന്ന് അടുത്ത കാലത്ത് പോലും നിധികുംഭങ്ങളും പൂജാപാത്രങ്ങളും പലർക്കും ലഭിച്ചിട്ടുണ്ടത്രേ. വർഷങ്ങൾക്ക് മുൻപ് ചിങ്ങംചിറയിലെ പേരാലുകൾ മുറിച്ചു മാറ്റിയ സമയത്തെ പ്രകൃതിക്ഷോഭത്താൽ ആഴത്തിൽ രൂപപ്പെട്ട നീർച്ചാലുകൾ സൃഷ്ടിച്ച ഇടവഴിയിലൂടെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വള്ളിച്ചെടികളെ വകഞ്ഞുമാറ്റി ഞങ്ങൾ യാത്ര തുടർന്നു. താഴ്വരയിൽ നിന്നും അടിച്ചു കയറുന്ന ചൂട് കാറ്റ് അസഹനീയമായിരുന്നു. മുത്തശ്ശി കഥകളും യക്ഷിക്കഥകളും ഏറെ ഒളിഞ്ഞിരിക്കുന്ന പരിസര പ്രദേശങ്ങളായ കള്ളിയങ്കാടിന്റെയും നീലിപ്പാറയുടെയും കൊള്ളിക്കാടിന്റെയും ചോളക്കാടിന്റെയും ഒക്കെ ജിജ്ഞാസ ഉണർത്തുന്ന യക്ഷിക്കഥകൾ ഈ സാഹസിക യാത്രക്കിടയിൽ രസം പകർന്നു. സർപ്പഫണം കണക്കെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലുകളുടെ വിടവിൽ കൂടി നൂണ്ടുകയറി ഞങ്ങൾ മഞ്ചിക്കൽ കോട്ടയുടെ പ്രവേശന കവാടത്തിലെത്തി. പാലക്കാട്ടെ ടിപ്പു സുൽത്താന്റെ കോട്ട മനുഷ്യനിർമ്മിതമെങ്കിൽ മഞ്ചിക്കൽ കോട്ട പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കോട്ടയൊന്നുമല്ല, പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു വലിയ പാറയിടുക്കാണ്. വിസ്തൃതമായ സ്ഥലത്ത് 50 മീറ്ററിലധികം ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മഞ്ചിക്കൽ കോട്ടയുടെ അകത്തളങ്ങളിലേക്ക് ഞങ്ങൾ ഞെരുങ്ങിക്കയറി. ഭീമാകാരമായ കരിങ്കൽ ഭിത്തികൾക്ക് മുകളിലായി നിരന്നു കിടക്കുന്ന നിരവധി ഉരുളൻ കല്ലുകളിൽ ചിലത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ താഴെ വീണ് കിടപ്പുണ്ട്. ഏതു നിമിഷവും താഴെ പതിക്കാവുന്ന രീതിയിൽ പാറയിടുക്കിന് കുറുകെ ഭീമൻ കല്ലുകൾ തങ്ങി നിൽക്കുന്ന കാഴ്ച ഞങ്ങളിൽ ഉൾഭീതി സൃഷ്ടിച്ചു. ഇടിഞ്ഞു വീണ് കിടക്കുന്ന പാറക്കല്ലുകൾ ചവിട്ടിക്കയറി അതീവ ശ്രദ്ധയോടെ ഞങ്ങൾ കോട്ടയുടെ ഉൾഭാഗത്തേക്ക് നീങ്ങി. അനേകമനേകം നരിച്ചീറുകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഞങ്ങളുടെ വരവിനെ പ്രതിരോധിച്ചു. കോട്ടഭിത്തിയുടെ വടക്കു പടിഞ്ഞാറേ ഭാഗത്തായി പാറയിടുക്കുകളിൽ ഗുഹാസങ്കേതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും വന്യജീവികളുടെയും ഹിംസ്ര ജന്തുക്കളുടെയും ആവാസ കേന്ദ്രമാവാറുണ്ട് ഈ ഗുഹാസങ്കേതം. കോട്ടയുടെ ഇരുഭാഗത്തുമായി കുത്തനെ ഉയർന്നു നിൽക്കുന്ന കരിങ്കൽ ഭിത്തികളുടെ മുകളിൽ ഇരുമ്പായുധം കൊണ്ട് കരിങ്കൽ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. സമചതുരാകൃതിയിലുള്ള 36ഓളം ദ്വാരങ്ങൾ അവിടെ കാണാം. ഒരിക്കൽ ജനവാസ കേന്ദ്രമായിരുന്നു ഇവിടമെന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം. എങ്ങനെ അതിസാഹസികമായി ഇത്തരം കൊത്തുപണികൾ നിർവഹിച്ചുവെന്ന് ആർക്കും കൗതുകം തോന്നിപ്പോകും. ജൈന സംസ്കാര പ്രതാപം വേരോടിയ കാലത്ത് ജൈന തീർത്ഥങ്കരന്മാരായ മഞ്ചീശ്വരനും മഞ്ജിനാഥനും മതപ്രചരണാർത്ഥം ഇവിടെ താവളമുറപ്പിച്ചിരുന്നു. അതാവാം മഞ്ചിക്കൽ കോട്ടയുടെ പേരിന് പിന്നിലെ കഥ. യുദ്ധവേളയിലും ഒളിപ്പോരാട്ട ഘട്ടത്തിലും വെങ്കി രാജ്യത്തിലേക്കുള്ള ശത്രുപക്ഷത്തിന്റെ സൈനിക നീക്കങ്ങളും മറ്റും നിരീക്ഷിച്ചറിയാൻ ഈ കോട്ട സുരക്ഷിത താവളമായിരുന്നു. കോട്ടയ്ക്ക് പുറത്തു നിന്നുള്ള തെന്മല താഴ്വരയുടെ വിദൂര ദൃശ്യം അതീവ ഹൃദ്യമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൗമാന്തർഭാഗത്തെ വലിയ ബലത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഭ്രംശന പ്രക്രിയയിലൂടെ പശ്ചിമഘട്ടം താഴ്ന്നിറങ്ങി രൂപപ്പെട്ടതാണ് ഇന്നത്തെ പാലക്കാടൻ ചുരമായ വിദാരഭൂമി. തെന്മലയ്ക്കും വടമലയ്ക്കുമിടയിൽ 28 കിലോമീറ്ററിലധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരകളിൽ ഭ്രംശന പ്രക്രിയാവേളയിൽ ഉരുണ്ടുവീണ ഉരുളൻ കല്ലുകളുടെ നീണ്ട നിര തന്നെ കാണാം. മഞ്ചിക്കൽ കോട്ടയിൽ നിന്നും തേക്കിൻചിറയ്ക്ക് സമീപമുള്ള പ്രാചീന കാലത്ത് ശവങ്ങൾ അടക്കം ചെയ്ത ഭീമാകാരമായ ശവക്കലറകൾ കാണുവാനാണ്
ഞങ്ങൾ പോയത്. ഈ പ്രദേശത്തെ ശവക്കല്ലറകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് പഠനം നടത്തിയ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ രാവിലെ തന്നെ അവരുടെ ജോലി തുടങ്ങിയിരുന്നു. കല്ലറകളുടെ സ്ഥാനവും അതിർത്തി നിർണയവും പൂർത്തിയായി വരുന്നു.